വീട്ടിൽ ഒരിക്കലെങ്കിലും വഴക്കിടാത്ത ദമ്പതികളെ കണ്ടിട്ടുണ്ടോ? ഏതൊരു കുടുംബത്തിലും ചെറിയ സൗന്ദര്യ പിണക്കവും പ്രശ്നങ്ങളും സ്വാഭാവികമാണ്. അതിൻ്റെ കാരണം നിസ്സാരമായിരിക്കും. പങ്കാളികൾ തമ്മിലുള്ള അവിശ്വസ്തത, സംശയരോഗം, സ്വാർത്ഥത, ഞാനെന്ന ഭാവം, ഇതൊക്കെയാണ് പല ദാമ്പത്യ ജീവിതത്തിൻ്റെയും തകർച്ചയ്ക്ക് കാരണം. പരസ്പരം ഒന്നിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് വലിയ കലഹവും സംഘർഷവുമായി മാറുന്നത്. എന്നാലൊന്ന് സ്വയം ചിന്തിച്ചു നോക്കിക്കേ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കും കലഹവും പരസ്പരം പറഞ്ഞു തീർക്കുന്നവരാണോ നിങ്ങൾ? ഇവിടെ കുടുംബക്കാരോ പോലീസോ ഇടപെട്ടാൽ ദാമ്പത്യ തർക്കത്തിൽ പരിഹാരമുണ്ടാകുമോ? കേസും പ്രശ്നങ്ങളുമായാൽ പിന്നെ അത് വലിയ മുറിവായി അവശേഷിക്കും. പിന്നീട് പകയും വിദ്വേഷവുമാകും. കണ്ണൂർ കരിവെള്ളൂരിലെ രാജേഷിനും ഭാര്യ ദിവ്യശ്രീക്കുമിടയിൽ അതാണ് സംഭവിച്ചത്. പോലീസുകാരിയായ ഭാര്യയെ അയാൾ കൊലപ്പെടുത്തിയപ്പോൾ അനാഥയായത് പറക്കമുറ്റാത്തൊരു കുഞ്ഞാണ്. ദിവ്യശ്രീയെ കൊലപ്പെടുത്തിയ കേസിൽ 1.5 വർഷത്തിന് ശേഷം ഭർത്താവ് കുറ്റക്കാരനെന്ന് കോടതി വിധിച്ച ദിവസമാണിത്. ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. ഭാര്യ പോലീസ്, ഭർത്താവ് ഓട്ടോറിക്ഷ ഡ്രൈവർ. ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു. എല്ലാ വീടുകളുടെയും പോലെ തുടക്കത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബം. എന്നാൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങി. ദാമ്പത്യ തർക്കം രൂക്ഷമായപ്പോൾ ദിവ്യശ്രീ ഭർത്താവ് രാജേഷിനോട് ഇനി ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. പിന്നീട് വിവാഹമോചന കേസ് കോടതി വരെ എത്തി. കണ്ണൂർ കരിവെള്ളൂരിൽ പോലീസ് ഉദ്യോഗസ്ഥയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിന് പിന്നിലെ കഥ ഇതാണ്. 2024 നവംബർ 21 വീട്ടിൽ അതിക്രമിച്ചു കയറി രാജേഷ് ഭാര്യ ദിവ്യശ്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഭാര്യ പിതാവിനും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കേസിൽ 1.5 വർഷങ്ങൾക്ക് ശേഷം ഭർത്താവ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പ്രതി രാജേഷിനുള്ള ശിക്ഷ കണ്ണൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെള്ളിയാഴ്ച വിധിക്കും. ദാമ്പത്യ പ്രശ്നത്തെ തുടർന്ന് ദിവ്യശ്രീയും രാജേഷും കുറച്ചു നാളുകളായി അകന്നു കഴിയുകയായിരുന്നു. ഇവരുടെ വിവാഹമോചന പരാതി കണ്ണൂർ കുടുംബ കോടതിയുടെ പരിഗണനയിലായിരുന്ന സമയം. വിവാഹമോചന കേസിൽ സംഭവ ദിവസം രാവിലെ ദിവ്യശ്രീ കോടതിയിൽ ഹാജരായി ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഇതാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഓട്ടോ ഡ്രൈവറായിരുന്ന രാജേഷുമായുള്ള ദാമ്പത്യ പ്രശ്നത്തെ തുടർന്ന് കുഞ്ഞുമായി സ്വന്തം വീട്ടിലായിരുന്നു ദിവ്യശ്രീ താമസിച്ചിരുന്നത്. സംഭവ ദിവസം കയ്യിൽ ആയുധവുമായി എത്തിയ രാജേഷ് വീട്ടിൽ അതിക്രമിച്ച് കയറി ദിവ്യശ്രീയുടെ കഴുത്തിലും മുഖത്തും വെട്ടുകയായിരുന്നു. കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥയായ ദിവ്യശ്രീക്ക് സംഭവ ദിവസം രാത്രി ശബരിമലയിൽ ഡ്യൂട്ടിക്കായി പോകണം. അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോഴാണ് വീടിന്റെ വരാന്തിയിൽ വെച്ച് പെട്രോൾ ഒഴിച്ച ശേഷം ദിവ്യശ്രീയെ രാജേഷ് പലതവണ വെട്ടിയത്. രക്ഷപ്പെടാൻ ശ്രമിച്ച ദിവ്യശ്രീയെ ഗേറ്റിന് സമീപം വരെയും പിന്തുടർന്ന് വെട്ടി. തടയാൻ ശ്രമിച്ചപ്പോൾ ദിവ്യശ്രീയുടെ അച്ഛൻ വാസുവിനെയും വെട്ടി പരിക്കേൽപ്പിച്ചു. ബൈക്കിലെത്തിയ പ്രതി അക്രമത്തിന് ശേഷം ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ATM നിന്ന് പണം പിൻവലിച്ച പ്രതി വളപട്ടണത്തെ ബാറിലെത്തി മദ്യപിക്കുന്ന വിവരം അറിഞ്ഞെത്തിയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ദിവ്യശ്രീയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേസിലെ ഏറ്റവും ശക്തമായ തെളിവായി പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് കൊലപാതകത്തിന്റെ CCTV ദൃശ്യങ്ങളാണ്. പ്രതി ആയുധം വാങ്ങുന്നതും കൃത്യം നടത്തുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ കോടതിയിൽ പ്രദർശിപ്പിച്ചു. ഇത്തരത്തിൽ കോടതിയിൽ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നത് അപൂർവമാണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ K. അജിത് കുമാർ ചൂണ്ടിക്കാട്ടി. 102 രേഖകളും 51 തൊണ്ടിമുതലുകളും കേസിന്റെ ഭാഗമായി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വിചാരണ വേളയിൽ തനിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് കാട്ടി പ്രതി രാജേഷ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ കോടതി ഉത്തരവിനെ തുടർന്ന് കോഴിക്കോട് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഇയാൾക്ക് മനോരോഗമില്ലെന്ന് സ്ഥിരീകരിച്ചു. സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളുമാണ് കേസിൽ നിർണായകമായത്. ന്യൂസ്
ന്യൂസ് 18 കണ്ണൂർ. കൊല്ലം ജില്ലയിൽ ഗുണ്ടാ കൊട്ടേഷൻ സംഘങ്ങൾ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയും നാട്ടിൽ ഭീതി വിതയ്ക്കുകയും ചെയ്യുകയാണ്. കുടിപ്പകയും കൊലപാതക പരമ്പരയും അരങ്ങേറിയതിന് പിന്നാലെ ഗുണ്ടകൾ അസോസിയേഷൻ രൂപീകരിച്ചു, യോഗം ചേർന്നു, പിന്നീട് ഓഫീസ് വരെയും തുറന്നു. ഇതിൽ പോലീസ് നടപടി സ്വീകരിച്ചതോടെ കൊലവിളിയും ഭീഷണിയുമായി ക്രിമിനൽ സംഘങ്ങൾ വീണ്ടും രംഗത്തെത്തുകയാണ്. നഗരത്തിൽ ജിം നടത്തുന്ന യുവാവിന് നേരെ വധഭീഷണി മുടക്കിയതാണ് ഒടുവിലത്തെ സംഭവം. ഷെറിൻ ജെയിംസ് എന്ന യുവാവാണ് കൊല്ലം കരിക്കോട് സ്വദേശികളായ വിനേഷ്, രാജീവ് ഫെർണാണ്ടസ് എന്നിവർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. വധഭീഷണി മുഴക്കുന്ന ഓഡിയോ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. അസോസിയേഷൻ രൂപീകരിക്കാൻ കൊല്ലത്ത് യോഗം ചേർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് നഗരത്തിൽ ജിം നടത്തുന്ന ഷെറിൻ ജെയിംസ് തനിക്ക് വധഭീഷണിയുണ്ടെന്ന പരാതിയുമായി രംഗത്തെത്തിയത്. കരിക്കോട് വിനേഷ്, രാജീവ് ഫെർണാണ്ടീസ് എന്നിവർ വെടിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് ഷെറിൻ ജെയിംസിന്റെ പരാതി. സംഭവത്തിൽ അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഇയാൾ പോലീസിനെ സമീപിച്ചത്. താൻ മാന്യമായി ജിം സ്ഥാപനം നടത്തി വരുന്നതിനിടെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമവും നടക്കുന്നതായി പരാതിയിൽ ആരോപിക്കുന്നു. ഇതൊക്കെ വെറുതെ ചെറിയ സാമ്പിള്, ഇതൊന്നുമല്ല. നീ മനസ്സിൽ കാണാത്ത കേസിൽ നീ കുടുങ്ങിപ്പോവും. എന്നോട് കളിക്കാൻ നിന്നാ അത് നീ തിരക്കാതെ, നാസറോടൊക്കെ തിരക്കാതെ നന്നായിട്ട് കേസ് കൈകാര്യം ചെയ്യും. നിനക്കുള്ള പണി അതേ ഉള്ളൂ. അതുകൊണ്ട് നീയായിട്ട് ക്രിയേറ്റ് ചെയ്ത സാധനങ്ങൾ നീ ഡിലീറ്റ് ചെയ്യാൻ നോക്ക്. നിനക്ക് ഒരു അവസരമായത്. ചില പോലീസുകാർ പ്രതികൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്ന സംശയവും പരാതിയിൽ ഉന്നയിക്കുന്നു. നേരത്തെ കൊല്ലത്ത് ഗുണ്ടാ അസോസിയേഷൻ രൂപീകരിക്കാൻ യോഗം ചേർന്നപ്പോൾ തോക്ക് ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായാണ് ഗുണ്ടകൾ എത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതോടെയാണ് നടപടി ശക്തമായതും 6 പേർക്കെതിരെ കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്തതും. ഇതിനു മുൻപ് ഗുണ്ടകൾ നടത്തിയ പിറന്നാൾ ആഘോഷവും വടിവാൾ ഉപയോഗിച്ച് കേക്ക് മുറിച്ച സംഭവവും വലിയ വിവാദമായിരുന്നു. ഗുണ്ടാ സംഘങ്ങളുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് ഷെറിനാണെന്ന് പറഞ്ഞാണ് വധഭീഷണി മുഴക്കിയതെന്നാണ് യുവാവിന്റെ ആരോപണം. ഗുണ്ടകളുടെ ഓഫീസ് പോലീസ് പൂട്ടിയതോടൊപ്പം സമീപത്ത് പ്രവർത്തിച്ചിരുന്ന ഷെറിന്റെ ജിമ്മും നിർത്തിവെക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് 18 കൊല്ലം. ഈ നാട്ടിൽ മക്കളില്ലാത്തതിന്റെ വേദനയും സങ്കടവും അനുഭവിക്കുന്ന എത്രയോ ദമ്പതികളുണ്ടാകുമല്ലോ. ഒരു കുഞ്ഞിനെ ലാളിക്കാൻ കൊതിക്കുന്ന നിരവധി പേരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള നാട്ടിലാണ് സ്വന്തം മക്കളെ ഉപേക്ഷിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന മാതാപിതാക്കളെക്കുറിച്ച് കേൾക്കുന്നത്. പാലക്കാട് കൊപ്പത്ത് നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നടുവട്ടം ദുർഗാദേവി ക്ഷേത്രത്തിന് സമീപത്താണ് കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. സംഭവത്തിൽ കൊപ്പം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രാവിലെ 5 മണിയോടുകൂടി ക്ഷേത്രത്തിന് സമീപത്തെത്തിയ പ്രദേശവാസിയായ അയ്യപ്പനാണ് കുഞ്ഞിനെ ആദ്യം കാണുന്നത്. കരച്ചിൽ കേട്ട് നോക്കിയപ്പോൾ ക്ഷേത്രത്തിന് സമീപത്തെ തറയിൽ കിടത്തിയ നിലയിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടിയാണിത്. തുടർന്ന് അയ്യപ്പൻ വാർഡ് മെമ്പറെ വിവരമറിയിക്കുകയായിരുന്നു. ഞാൻ രാവിലെ 5 മണിക്ക് നടക്കാൻ വേണ്ടി അമ്പലത്തിലിറങ്ങിയ സമയത്താണ് ഒരു പ്രദക്ഷിണ വരി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കുട്ടി കരയണത് കേട്ടത്. അപ്പോൾ ഒന്ന് നോക്കുമ്പോൾ കണ്ടു. അങ്ങനെ തിരുവേഗപ്പുറ 10ാം വാർഡിലെ മെമ്പറായ ബാലേട്ടനെ പോയി കണ്ട് വിളിച്ചു വന്ന് എല്ലാ കമ്മിറ്റിക്കാരും വിളിച്ചു കൂട്ടി വിവരം പറഞ്ഞു. അതാണ് ഉണ്ടായത്. പോലീസ് പെട്ടെന്ന് എത്തി. പോലീസ് പെട്ടെന്ന് എത്തി. പോലീസ് ആംബുലൻസ് വന്നിട്ടാണ് കുട്ടിയെ കൊണ്ടുപോയത്.
വാർഡ് മെമ്പർ ബാലകൃഷ്ണൻ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസും ആംബുലൻസും വേഗത്തിൽ സ്ഥലത്തെത്തി കുഞ്ഞിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് ഏകദേശം 10-15 മിനിറ്റിൽ തന്നെ പോലീസ് വന്നു. കൂടെ ഒരു ആംബുലൻസും വന്നു, വനിതാ പോലീസും എല്ലാം ഉണ്ടായിരുന്നു. നല്ല സജ്ജീകരണത്തോടെ വന്ന് വിളിച്ച് പോലീസുകാർ വളരെ നേരത്തെ തന്നെ വന്നു. വിളിച്ച ഉടനെ തന്നെ വന്നു തന്നെ പറയാം. അവർ വന്നു, ആ കുട്ടികളെ കൊണ്ടുപോയി. അപ്പോൾ പറഞ്ഞു എന്നോട് മെമ്പർ ആവുകൊണ്ട് നിങ്ങളും പോരണം എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ പട്ടാമ്പി താലൂക്ക് ആശുപത്രി പോയി അവിടെയുള്ള ചെക്കിങ്ങൊക്കെ കുട്ടികൾ നടന്നു. കുട്ടിക്ക് 1,800 1800 ഗ്രാം തൂക്കമുണ്ട്. കുട്ടിക്ക് തകർന്നില്ല, ആൺകുട്ടിയാണ്. അവിടുന്ന് ഒരു ചെക്കപ്പ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്തത്. കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അറിയിച്ചു. കുഞ്ഞിനെ ഉപേക്ഷിച്ച സംഭവത്തിൽ കോപ്പം പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. അനാവശ്യമായി മറ്റുള്ളവരുമായി വഴക്കിടുകയും വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരെ കാണാറില്ലേ? ഇങ്ങനെയുള്ള ആളുകൾ ഒരു കാര്യം ഓർക്കണം. ചെറിയ വാക്കുതർക്കമാണ് വലിയ സംഘർഷങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കാരണമാകുന്നത്. ഇടുക്കി കഞ്ഞിക്കുഴിയും വാക്കുതർക്കത്തെ തുടർന്നുള്ള സംഘർഷം കത്തിക്കുത്തിലാണ് കലാശിച്ചത്. പഴയരിക്കണ്ടം ക്ഷേത്രം പ്രസിഡന്റ് രവീന്ദ്രനാണ് കുത്തേറ്റത്. ക്ഷേത്രം ഭാരവാഹിയായ അനൂപാണ് ആക്രമണം നടത്തിയെന്നാണ് വിവരം. കുത്തേറ്റ രവീന്ദ്രനെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പൊതുമരാമത്ത് വകുപ്പ് ജീവനക്കാരനായ അനൂപ് സംഭവത്തിന് ശേഷം ഒളിവിലാണ്. ഇടുക്കി കഞ്ഞിക്കുഴി പഴയരിക്കണ്ടത്ത് രാവിലെ 9 മണിയോടെയാണ് സംഭവം. പഴയരിക്കണ്ടത്തെ ഒരു നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അസംസ്കൃത സാധനങ്ങൾ സൂക്ഷിക്കുന്ന വിഷയത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാട്സപ്പ് ഗ്രൂപ്പിൽ തർക്കമുണ്ടായി. തർക്കത്തിനിടെ രവീന്ദ്രൻ അനൂപിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുവെന്നും ഇതിൽ പ്രകോപിതനായ അനൂപ് രാവിലെ ക്ഷേത്രത്തിലെത്തിയ രവീന്ദ്രനെ കയ്യിൽ കരുതിയിരുന്ന കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചുവെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം. കുത്തേറ്റ രവീന്ദ്രനെ ഉടനെ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട അനൂപിനായി കഞ്ഞിക്കുഴി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതി അനൂപ് ഇടുക്കിയിലെ പൊതുമരാമത്ത് വകുപ്പ് ജീവനക്കാരനാണ്. സംഭവം ആസൂത്രിതമായ ആക്രമണമാണെന്ന് പോലീസ് കണ്ടെത്തൽ. ന്യൂസ് 18 ഇടുക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുള്ള ലൈംഗിക പീഡന കേസിൽ നിന്ന് തലയൂരിയതുപോലെ പുതിയ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സംവിധായകൻ രഞ്ജിത്തിന് സാധിക്കുന്നു. പ്രതിയെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാനുള്ള നീക്കങ്ങളും തടയുകയാണ്. കേസിൽ ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന രഞ്ജിത്തിന്റെ ആവശ്യം കോടതി തള്ളിയിരിക്കുന്നു. ജയിലിലുള്ളയാൾക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ലെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചാണ് നടപടി. അതിനിടെ ജാമ്യാപേക്ഷയിൽ വെള്ളിയാഴ്ച കോടതി ഉത്തരവ് പറയും. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം, ഇതിനുശേഷം തിരികെ ഹാജരാകാമെന്നും രഞ്ജിത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. രഞ്ജിത്തിന്റെ ഇടക്കാല ജാമ്യാപേക്ഷ എതിർത്ത് പ്രോസിക്യൂഷൻ വോട്ട് ചെയ്യാൻ അവകാശമുണ്ടെന്ന് പറയുന്നത് 1951 ആക്ട് പ്രകാരം ശരിയല്ല. നിലവിൽ ഒരു കേസിൽ പ്രതിയാണ് രഞ്ജിത്ത്. ജയിലിലുള്ളയാൾക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഇതോടെ രഞ്ജിത്തിന്റെ ആവശ്യം കോടതി തള്ളി. രഞ്ജിത്ത് ജയിലിൽ തുടരും. ജാമ്യാപേക്ഷയിൽ ഉത്തരവ് മറ്റന്നാൾ അറിയാം. രഞ്ജിത്തിനെ 2 ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്നാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. അന്വേഷണത്തോട് രഞ്ജിത്ത് സഹകരിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. പരാതിക്ക് പിന്നിൽ വൈരാഗ്യമെന്നാണ് സംവിധായകൻ രഞ്ജിത്തിന്റെ വാദം. നടിയുടെ അഭിനയത്തെ സംവിധായകൻ എന്ന നിലയിൽ വിമർശിച്ചു. അഭിനയം പ്രതീക്ഷയ്ക്കൊത്തുയരാത്തതിനാൽ ചില സീനുകൾ വെട്ടിക്കുറച്ചു. സെറ്റിൽ ഇക്കാര്യം പ്രചരിച്ചു. ഇതിന്റെ വൈരാഗ്യമാണ് നടിയുടെ പരാതിക്ക് കാരണമെന്നാണ് രഞ്ജിത്ത് പറയുന്നത്. ന്യൂസ് 18 കൊച്ചി. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ BJPയെ പ്രതിരോധത്തിലാക്കി നോട്ട് വിവാദം. ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ പാലക്കാട്ടെ BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ദൃശ്യങ്ങൾ പകർത്തിയവരെ ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയെന്നും ആക്ഷേപമുണ്ട്. സംഭവത്തിൽ കോൺഗ്രസ് നേതൃത്വം
തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകിയിരിക്കുകയാണ്. കുറ്റം തെളിഞ്ഞാൽ സ്ഥാനാർത്ഥിത്വം വരെ റദ്ദാക്കുന്ന നടപടിയാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതേസമയം ആരോപണം നിഷേധിച്ച് രംഗത്തെത്തിയ ശോഭാ സുരേന്ദ്രൻ തന്നെ വേട്ടയാടുന്നുവെന്ന് ആക്ഷേപമുന്നയിക്കുന്നു. പാലക്കാട് മണ്ഡലത്തിൽ വോട്ടിനു വേണ്ടി BJP പണം വിതരണം ചെയ്തെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകരാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. കണ്ണാടി തരുവക്കുറിശി ഭാഗത്ത് പ്രചാരണത്തിനിടെ BJP പ്രവർത്തകർ പണം നൽകിയെന്നാണ് ആരോപണം. ഈ പ്രദേശത്ത് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനൊപ്പം എത്തിയ പ്രവർത്തകരാണ് പണം വിതരണം ചെയ്തത്. വയോധികയെ മാറ്റി നിർത്തി കയ്യിൽ പണം വെച്ചുകൊടുക്കുന്നതും പിന്നാലെ തിരിച്ചു പോകുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. പിന്നാലെ ശോഭാ സുരേന്ദ്രനും ദൃശ്യങ്ങൾ പകർത്തിയ UDF പ്രവർത്തകരുമായി തർക്കമുണ്ടാകുന്നതും വീഡിയോയിലുണ്ട്. തന്റെ ദൃശ്യങ്ങൾ പകർത്തരുതെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നതും ശോഭിക്കുന്നതും വീഡിയോയിൽ കാണാം. എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ ചെയ്തോളൂ. മരണവീട്ടിൽ പോകാനാണ് BJP സ്ഥാനാർത്ഥിയും സംഘവും കണ്ണാടി തരുവക്കുറിശി ഭാഗത്തെത്തിയത്. മരണവീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെത്തി വയോധികയുടെ കയ്യിൽ 5000 രൂപ നൽകിയെന്നാണ് ആരോപണം. ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ പണം വാങ്ങിയ വൃദ്ധയുടെ വീട്ടിൽ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് പരിശോധന നടത്തി. എന്നാൽ മരുന്നും വാങ്ങാനാണ് താൻ പണം ആവശ്യപ്പെട്ടതെന്നാണ് അവർ പറയുന്നത്. വീട്ടിലുണ്ടായിരുന്നത് പെൻഷൻ വാങ്ങിയ തുകയെന്നാണ് കുടുംബം വിശദീകരിക്കുന്നത്. എത്ര രൂപ മരുന്ന് വാങ്ങാൻ പൈസ ഒരു മാസം മരുന്ന് വാങ്ങാൻ 6 വോട്ട് ചെയ്യാൻ വന്നാൽ പൈസ മരുന്ന് വാങ്ങാൻ പൈസ പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പൊ തന്നൂരല്ലേ? അപ്പൊ ഞാൻ എല്ലാവരും പറഞ്ഞു. അപ്പൊ ഇവരാണ് ആകെ പൈസ തന്നുള്ളൂ, വേറെ ആരും തന്നില്ല അമ്മയ്ക്ക് അല്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കളക്ടറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. കുറ്റം തെളിഞ്ഞാൽ സ്ഥാനാർത്ഥിത്വം വരെയും റദ്ദാകും. സംഭവത്തിൽ കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകി. ശോഭയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. BJP അവരുടെ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട മണ്ഡലങ്ങളാണ്. ഇലക്ഷൻ കമ്മീഷൻ വളരെ ഗൗരവതരമായിട്ട് ഇക്കാര്യം ഏറ്റെടുക്കണം. ആ സ്ഥാനാർത്ഥി ക്വാളിഫിക്കേഷനുള്ള ആളാണെന്ന് പോലും എനിക്കറിയില്ല, പരിശോധിക്കണം ഇനി മത്സരരംഗത്ത് നിൽക്കാൻ. കാരണം എന്ന് വെച്ചാൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇതിപ്പം മാത്രമല്ല, പരസ്യമായി പണം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷൻ ആക്ട് ചെയ്യണം. 1 മിനിറ്റ് വൈകാതെ ഇലക്ഷൻ കമ്മീഷൻ ആക്ട് ചെയ്യണം. അതിനിടെ പാലക്കാട് പിരായിരിയിൽ BJP പ്രവർത്തകർ സ്ത്രീകൾക്ക് സാരി നൽകുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം പലയിടത്തും സംഘർഷത്തിലാണ് കലാശിച്ചത്. പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയ പാർട്ടി പ്രവർത്തകർ സംഘർഷം നിയന്ത്രിക്കാനെത്തിയ പോലീസുകാരെയും വെറുതെ വിട്ടില്ല. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കൊട്ടിക്കലാശത്തിനിടെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ പോലീസുകാരന് പരിക്കേറ്റിരുന്നു. പൊഴിയൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ദീപുവിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ കണ്ടാലറിയാവുന്നവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇന്നലെ വൈകിട്ട് നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ ചെങ്കവിളയിലെ കൊട്ടിക്കലാശത്തിനിടെ ഇടത് വലത് മുന്നണി പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയുമുണ്ടായി. തർക്കവും വാക്കേറ്റവും കൈവിട്ടു പോയപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസ് ഇടപെട്ടു. പിന്നാലെ ഇരു മുന്നണി പ്രവർത്തകരും പരസ്പരം കൊടി കിട്ടിയ വടിയടക്കം ഉപയോഗിച്ച് ആക്രമണം നടത്തി. ഇതിനിടെയാണ് പോലീസുകാരന് പരിക്കേറ്റത്. പൊഴിയൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ദീപുവിനാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ ദീപുവിനെ പോലീസുകാരും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി.
ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. സംഭവത്തിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ കണ്ടാലറിയാവുന്നവർക്കെതിരെ പൊഴിയൂർ പോലീസ് കേസെടുത്തു. സംഘർഷത്തിൽ പരിക്കേറ്റ പ്രവർത്തകൻ നൽകിയ പരാതിയിലും കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് പട്ടാമ്പിയിൽ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിൽ വലിയ അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. കല്ലേറിലും സംഘർഷത്തിലും 3 CPM പ്രവർത്തകർക്കും ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഒരു പോലീസുകാരനും പരിക്കേറ്റിരുന്നു. പോലീസ് ലാത്തിവീശിയാണ് രംഗം ശാന്തമാക്കിയത്. ഒടുവിൽ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തവർക്കെതിരെ കേസുമെടുത്തു. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് പോലീസ് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. പട്ടാമ്പിയിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിലാണ് കല്ലേറും സംഘർഷവും ഉണ്ടായത്. LDFന്റെയും UDFന്റെയും റാലികൾ പട്ടാമ്പി കോടതി പരിസരത്തെത്തിയപ്പോഴാണ് സംഭവം. ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നതോടെ പോലീസ് ലാത്തി വീശി. ക്രമസമാധാന പാലനത്തിനായി കർണാടക പോലീസിനെ നഗരത്തിൽ വിന്യസിച്ചിരുന്നു. ലാത്തി വീശിയപ്പോൾ ആളുകൾ ചിതറിയോടി. ഇതിനിടയിലാണ് കല്ലേറുണ്ടായത്. 3 CPM പ്രവർത്തകർക്കും ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഒരു പോലീസുകാരനും പരിക്കേറ്റു. റാലി കാണാനെത്തിയവർക്കും നേരിയ പരിക്കുകളുണ്ട്. സംഭവത്തിൽ ഇരു മുന്നണികളുടെയും പരാതിയിൽ പട്ടാമ്പി പോലീസ് കേസെടുത്തു. അക്രമം നടത്തിയവരെ കണ്ടെത്തുന്നതിന് പോലീസ് ഊർജിത അന്വേഷണം ആരംഭിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി നഗരത്തിൽ ഏർപ്പെടുത്തിയ പോലീസിന്റെ ഡ്രോൺ ദൃശ്യങ്ങളും നഗരത്തിലെ CCTV ക്യാമറ ദൃശ്യങ്ങളും പരിശോധിക്കും. പരാജയ ഭീതി പൂണ്ട ആളുകളാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന് ഇരു മുന്നണികളും ആരോപിച്ചിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. കൊല്ലം കടക്കൽ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ സൂക്ഷിച്ചിരുന്ന പടക്കങ്ങൾ പൊട്ടിത്തെറിച്ച സംഭവത്തിൽ എവിടെയാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായത്? അനധികൃത പടക്ക കച്ചവടക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത് പഴയ പോലീസ് ക്വാർട്ടേഴ്സ് കെട്ടിടത്തിന് സമീപം കുഴിയുണ്ടാക്കി സൂക്ഷിച്ച പടക്കമാണ് പൊട്ടിത്തെറിച്ചത്. ചൂടിനെ തുടർന്ന് പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്തോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കൊല്ലം കടക്കൽ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ സൂക്ഷിച്ചിരുന്ന അനധികൃത പടക്കങ്ങൾ പൊട്ടിത്തെറിച്ച സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്ന ചർച്ച ശക്തമാകുന്നു. അനധികൃത പടക്ക കച്ചവടക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത പടക്കങ്ങളാണ് പൊട്ടിത്തെറിച്ചത്. സ്റ്റേഷനോട് ചേർന്ന പഴയ പോലീസ് ക്വാർട്ടേഴ്സ് പൊളിച്ചു മാറ്റുന്നതിനിടെ സമീപത്ത് കുഴിയെടുത്ത് അതിൽ പടക്കങ്ങൾ നിക്ഷേപിച്ച നിലയിലാണ് സൂക്ഷിച്ചിരുന്നത്. ശക്തമായ വെയിലേറ്റ് ചൂട് കൂടിയതിനെ തുടർന്ന് പടക്കങ്ങൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വലിയ ശബ്ദത്തോടെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ സുരക്ഷിതമായി സംഭരിക്കേണ്ടതിനു പകരം തുറസായ സ്ഥലത്ത് കുഴിയിലാക്കി സൂക്ഷിച്ചതാണ് അപകടത്തിന് കാരണമായതെന്നാണ് വിമർശനമായി ഉയരുന്നത്. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ്. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ഷംന എന്ന യുവതി എന്തിനാണ് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്? രണ്ടാമത് ഗർഭിണിയായ വിവരം എന്തുകൊണ്ടാണ് അവർ മറച്ചുവെച്ചത്? നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് സ്ഥിരീകരിച്ചതോടെ അമ്മ ഷംനയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രസവത്തിന് ശേഷം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 21-കാരി കുറ്റം സമ്മതിച്ചതിന് പിന്നാലെയാണ് നടപടി. ഷംന ഗർഭിണിയാണെന്ന വിവരം താനോ വീട്ടുകാരോ അറിഞ്ഞിരുന്നില്ലെന്നാണ് ഭർത്താവ് അൽത്താഫ് പോലീസിന് നൽകിയ മൊഴി. 3 വർഷം മുൻപ് വിവാഹിതരായ ഇവർക്ക് 2 വയസ്സുള്ള മറ്റൊരു കുട്ടി കൂടിയുണ്ട്. രണ്ടാമതും ഗർഭിണിയായ വിവരം ഷംന എന്തിനു മറച്ചുവെച്ച് എന്നതിലും
കുഞ്ഞിനെ അപായപ്പെടുത്താൻ പ്രേരിപ്പിച്ച സാഹചര്യം എന്താണെങ്കിലും ദുരൂഹത തുടരുകയാണ്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.